الحمد لله حمدا كثيرا طيبا مباركا فيه. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മിൽ നിന്ന് ഇഖ്ലാസോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആദ്യമായി വിചാരണ ചെയ്യുന്ന ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം അത് മുറ പോലെ നിർവഹിക്കുവാനും നമസ്കാരത്തിലൂടെ ഒരു വിശ്വാസിയുടെ ഹൃദയം ശുദ്ധമാക്കുവാനും നമുക്ക് സാധ്യമാകണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകളിലൂടെ അതിന്റെ പ്രാധാന്യത്തെയും അതിന്റെ ശ്രേഷ്ഠതയെയും കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും നമസ്കാരം എന്നുള്ളത് അത് വിശ്വാസികളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഒരു ആരാധനാ കർമ്മമാകുന്നു. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആ വിജയിച്ച വിശ്വാസികളുടെ ഗുണമായി ഒന്നാമതായി പഠിപ്പിച്ചത് തങ്ങളുടെ നമസ്കാരങ്ങളിൽ അവർ ഖുശൂഉള്ള, ഭയഭക്തിയുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഏത് പ്രയാസപ്പെടുന്ന രംഗത്ത് പോലും, എത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും, യുദ്ധത്തിന്റെ സന്നിധിയിൽ പോലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമസ്കാരത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ നിമിഷത്തിന്റെ അവസ്ഥകളിലൂടെ, ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ തോളിൽ കൈകൾ പിടിച്ച് ആ പള്ളിയിലേക്ക് എത്തി നമസ്കരിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചെറിയൊരു രോഗമോ ചെറിയൊരു അസ്വസ്ഥതയോ വരുമ്പോൾ ഇന്ന നമസ്കാരം നിർവഹിക്കേണ്ടതില്ല, ഇനി അത് രോഗമൊക്കെ മാറിയിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്ന നമ്മൾ, പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ കാണിച്ചിട്ടുണ്ടോ, ആ ഒരു ശ്രദ്ധയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അത് നമസ്കാരം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട്. നമസ്കാരം അത് ജമാഅത്തായിക്കൊണ്ട് തന്നെ നമ്മൾ നിർവഹിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിലൂടെ തരികയാണ്. അവിടെ നമ്മോട്ട് നമ്മൾ പള്ളിയിലേക്ക് കയറുന്നത് മുതൽ ഈ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നത് വരെ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകൾക്കും, നമ്മൾ ചെല്ലുന്ന ഓരോ ദിക്റുകൾക്കും പ്രാർത്ഥനകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് അവസാന സന്ദർഭങ്ങളിലൂടെ ഉപദേശിച്ച പോലെ അസ്വലാത്ത്, നമസ്കാരത്തിന്റെ വിഷയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഉപദേശമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഓരോ ദിവസവും എല്ലാ നമസ്കാരങ്ങളും അതിന്റെ കൃത്യമായ സമയത്തോടുകൂടി, അതിന്റെ കൃത്യമായ
പിന്നെ ടൈമിൽ തന്നെ നിർവഹിച്ച് തീർക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ആ നമസ്കാരത്തിന് വേണ്ടിയിട്ടാകണം നമ്മൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. അവർ അവരുടെ നമസ്കാരങ്ങളിൽ സൂക്ഷ്മത പാലിച്ചു പോരുന്ന ആളുകളാണ്. ഒരു നമസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ. ഉലൈക ഹുമുൽ വാരിസൂൻ, അവർ തന്നെയാണ് അനന്തരാവകാശികൾ. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അതെ, എന്നെന്നും നിത്യരായി കഴിയുന്ന, എന്നെന്നും സുരക്ഷിതത്തോടുകൂടി കഴിയുന്ന ആ ഫിർദൗസിനെ അനന്തരാവകാശമായി എടുക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരാൾക്ക് പോലും ആ സ്വർഗം എന്നുള്ളത് വെറുതെ തരുന്നില്ല. നന്നായി അധ്വാനിച്ച് നന്നായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഓരോ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും പഠിച്ചോനെ ആ സ്വർഗം എനിക്ക് കിട്ടണം, എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നല്ല ഖലാസോടുകൂടി ഒരാളെയും കേൾപ്പിക്കാൻ ഒരാളെയും അറിയിക്കാനോ, ഞാൻ നന്നായി നമസ്കരിക്കുന്നവനാണ്, ഞാൻ ദിക്ർ ചെല്ലുന്നവനാണ്, ഞാൻ ദുആകളൊക്കെ ഉരുവിടുന്നവനാണെന്ന് മറ്റുള്ളവർ അറിയട്ടെ എന്നുള്ള ചിന്തകൾക്കപ്പുറം എന്റെ റബ്ബിന്റെ പ്രതിഫലം എനിക്ക് വേണമെന്നുള്ള നിയ്യത്തോടുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.